ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കണ്ടസ്റ്റൻറ്റിൻ്റെ പേരൻസായിട്ട് വന്നിട്ടുള്ളത് ഒണിയലിൻ്റെ പേരൻസ് വന്നിട്ടുണ്ട്, ലക്ഷ്മിയുടെ, നെവിൻ്റെയും പേരൻസ് വന്നിട്ടുണ്ട്. ഒണിയലിൻ്റെ അമ്മയും സഹോദരനുമാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മിയുടെ അമ്മയാണ് വന്നിരിക്കുന്നത്. നെവിൻ്റെ സഹോദരിയും അമ്മയാണ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞ് അതും പ്രകാരം ലക്ഷ്മിയുടെ അമ്മയാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അവരുടെ വീട് അമ്പലപ്പുഴയാണ്. ഒരിക്കൽ അമ്പലപ്പുഴ മോഹൻലാൽ വന്നിരുന്നു. അന്ന് തനിക്ക് മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ എൻ്റെ മകൾക്ക് നേരിട്ട് മോഹൻലാലിനോട് സംസാരിക്കാൻ അവസരം കിട്ടി. പിന്നെ ഇതൊരു ഗെയിമാണ്, എല്ലാവരും ആ ഒരു സെൻസിലേ എടുക്കാവൂ, ആരും മനസ്സിൽ വെക്കരുത്. ഗെയിം കഴിയുമ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് വരാം. ആദിലെ നൂറെ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ലെന്നല്ലേ ലക്ഷ്മി പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ സിറ്റൗട്ട് വരെ വന്നിരിക്കാം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവരതങ്ങനെ പറയണ്ടായിരുന്നു. ലക്ഷ്മി ആണെങ്കിൽ ആദിലെ നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നമായതാ. ലാലേട്ടൻ പോലും വന്ന എപ്പിസോഡിൽ ലക്ഷ്മി ഒരുപാട് വഴക്ക് പറഞ്ഞ് അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ, നിങ്ങളുടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവർക്ക് ജോലി ഇല്ലാത്തവരൊന്നും അല്ല, ജോലിയുള്ളവരാ. ലക്ഷ്മി ഏതർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊക്കെ വലിയ ഇഷ്യൂ ആയതായിരുന്നു. പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി തണുത്തിരിക്കുമ്പോഴാണ് വീണ്ടും ലക്ഷ്മിയുടെ അമ്മയായിട്ട് വന്ന ആ പ്രശ്നം വീണ്ടും വഷളാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദിലെ നൂറയും അവരോട് പറഞ്ഞിരുന്നില്ല അവരുടെ വീട്ടിൽ വരണം, വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട് എന്നൊന്നും. പിന്നെ എന്തിനാണ് കൂടെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അറിയത്തില്ല. അവർ ചിലപ്പം തമാശ മട്ടിനായിരിക്കും പറഞ്ഞത്, എങ്കിലും അത് പറയണമായിരുന്നു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ, എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പറയരുതായിരുന്നു. അങ്ങനെ പറഞ്ഞ് അപമാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ലക്ഷ്മിയുടെ അമ്മയ്ക്കും. ലക്ഷ്മിയുടെ അമ്മ ഒരു ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈബർ അറ്റാക്ക് എന്താണെന്ന് മോളുടെ കാര്യത്തിൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നിട്ടും ഇങ്ങനെ പറയണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞപ്പോഴും ആദിലയ്ക്കും നൂറയും ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അവരുടെ മുഖം പെട്ടെന്ന് വാടുന്നത് ശ്രദ്ധിക്കാമായിരുന്നു.